നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. PSG-ക്കെതിരെ തുറന്ന യുദ്ധത്തിലേക്കാണ് കിലിയൻ എംബാപ്പെ പോകുന്നത് എന്ന മട്ടിലാണ് ഇപ്പോൾ യൂറോപ്യൻ മാധ്യമങ്ങളുടെ റിപ്പോർട്ടൊക്കെ. വിഷയത്തിൽ AS ഒരു റിപ്പോർട്ട് ഇട്ടിട്ടുണ്ട്. അവർ ഉദ്ധരിച്ചുകൊണ്ട് goal.com റിപ്പോർട്ട് കൊടുത്തിരിക്കുന്നു. അതിൽ പറയുന്നത് കിലിയൻ എംബാപ്പയ്ക്ക് ലഭിക്കാനുള്ള 55 മില്യൺ യൂറോ PSG കൊടുത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ PSG-യെ UEFA ചാമ്പ്യൻസ് ലീഗിൽ നിന്ന് പുറത്താക്കണം. UEFAയുടെ നിയമം അനുസരിച്ച് ഇങ്ങനെ പ്ലെയേഴ്സിന് പണം കൊടുക്കുക, അതിന് അരിയേഴ്സ് ഉണ്ടെങ്കിൽ ആ ടീമിൻ്റെ UEFA ലൈസൻസ് റിവോക്ക് ചെയ്യും. അങ്ങനെ റിവോക്ക് ചെയ്യപ്പെടുകയാണെങ്കിൽ PSG-ക്ക് ചാമ്പ്യൻസ് ലീഗ് കളിക്കാൻ പറ്റില്ല. അതിൽ നിന്ന് അവരെ തടയണം എന്ന ആവശ്യത്തിലേക്ക് കിലിയൻ എംബാപ്പയുടെ ലോയേഴ്സ് നീങ്ങുന്നു എന്നാണ് ഇപ്പോൾ പുറത്തേക്ക് വന്നിരിക്കുന്ന റിപ്പോർട്ട്. AS റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് ഒരു ഡയറക്റ്റ് അറ്റാക്കിലേക്ക് തന്നെ കിലിയൻ എംബാപ്പയുടെ പാർട്ടി പോകുന്നു എന്നാണ് വിവരം. goal.comൻ്റെ റിപ്പോർട്ടിൽ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ വിശദമായിട്ട് നോക്കിയാണ്. ഡെൽഫിൻ വെർഹെയ്ഡൻ, അദ്ദേഹം എംബാപ്പയുടെ ചീഫ് ലോയറാണ്, പ്രധാനപ്പെട്ട അഭിഭാഷകനാണ്. അദ്ദേഹം പറഞ്ഞ വാക്കുകൾ കോട്ട് ചെയ്യുന്നുണ്ട്. അതിങ്ങനെയാണ്: ഈ പ്രോസസ്സ് 2024 ഫെബ്രുവരിയിലെ ആരംഭിച്ചതാണ്. അതിനുശേഷം PSG ഇതുവരെ അവരുടെ കോൺട്രാക്ച്വൽ ഒബ്ലിഗേഷൻ ഫുൾഫിൽ ചെയ്തിട്ടില്ല. എംബാപ്പയുടെ കേസിൽ അതിനേക്കാൾ കൂടുതൽ കോംപ്ലിക്കേഷൻ ഒന്നുമില്ല, പണം കിട്ടിയിട്ടില്ല. PSG-യിൽ 2017 സമ്മറിലാണ് അദ്ദേഹം ജോയിൻ ചെയ്തത്. കോൺട്രാക്റ്റ് സൈൻ ചെയ്യുന്നു. അത് 2022 അവസാനിക്കുന്ന തരത്തിലുള്ള കോൺട്രാക്റ്റ് ആയിരുന്നു. പിന്നീട് 2 വർഷത്തേക്ക് വേണമെങ്കിൽ ഓപ്ഷണലായിട്ട് സൈനിങ് വർദ്ധിപ്പിക്കുകയും ചെയ്യാം. അതോടൊപ്പം തന്നെ ചില എക്സ്ചേഞ്ചസും ഡിസ്കഷൻസും പ്രഷറും ഒക്കെ സംഭവിച്ചു. കോൺട്രാക്റ്റ് പിന്നീട് വീണ്ടും സൈൻ ചെയ്തു. സോ അത് അങ്ങനെ എക്സ്റ്റൻഷനൊക്കെ നടന്നു. അതിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഫുൾഫിൽ ചെയ്യപ്പെട്ടിട്ടുണ്ടോ? ഇല്ല. അതാണ് യാഥാർത്ഥ്യം. എന്താണ് മിസ്സിംഗ് എന്ന് ചോദിച്ചാൽ 55 മില്യൺ യൂറോ മിസ്സിംഗ് ആണ്. ആ ഡിസിഷൻ അനുസരിച്ച് അവർ ക്ലബിൻ്റെ ഭാഗത്ത് നിന്ന് തരാത്ത പക്ഷം ഞങ്ങൾ ദിസ് ടൈം ടു ഗോ ഓൺ ദി അറ്റാക്ക്, അതാണ് ഞങ്ങളുടെ ഒരു നിലപാടെന്ന് പറയുന്നത്. ഞങ്ങളുടെ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ വളരെ കൃത്യമാണ്. പ്ലെയറിന് ഇതുവരെ ആ പേയ്മെൻറ്റ് ലഭിച്ചിട്ടില്ല. ക്ലബ്ബ് അത്തരം തീരുമാനങ്ങൾ നടപ്പാക്കാനും തയ്യാറാവുന്നില്ല എന്നുള്ളതാണ്. ഞങ്ങൾ ഡീൽ ചെയ്യുന്നത് ഒരു എംപ്ലോയ്മെൻറ്റ് കോൺട്രാക്റ്റ് റെസ്പെക്റ്റ് ചെയ്യാത്ത ക്ലബ്ബുമായിട്ടാണ്. അവരുടെ തന്നെ അവർക്ക് ബാധ്യസ്ഥമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ തയ്യാറാവാത്ത ഒരു ക്ലബ്ബുമായിട്ടാണെന്ന നല്ല ബോധ്യം ഞങ്ങൾക്കുണ്ട്. സോ മറ്റ് കാര്യങ്ങളൊന്നുമില്ല. ഈ വിഷയത്തെ ഞങ്ങൾ അടുത്ത ലെവലിലേക്ക് കൊണ്ടുപോകും. പ്രിക്കോഷണറി മെഷർ എന്ന രൂപത്തിൽ UEFA-യെ ഞങ്ങൾ കാര്യങ്ങൾ ഇൻഫോം ചെയ്യുകയും ചെയ്യും. UEFA ഇപ്പോൾ ഈ അടുത്ത സീസണിലേക്കുള്ള UCL കളിക്കാനൊക്കെ വേണ്ടിയിട്ടുള്ള UEFA-യുടെ ക്ലബ്ബുകളുടെ അപ്ലിക്കേഷൻസ് റിവ്യൂ ചെയ്യുന്ന ഘട്ടമാണ്. ക്രൈറ്റീരിയ എന്ന് പറഞ്ഞാൽ ക്ലബ്ബുകൾ കൃത്യമായിട്ട് ആ ലൈസൻസ് കിട്ടണമെങ്കിൽ ഒരു അരിയറും അവരുടെ എംപ്ലോയീസിൻ്റെ പേയ്മെൻറ്റിൽ വരുത്താൻ പാടില്ല എന്നാണ്, ഇൻക്ലൂഡിങ് പ്ലെയേഴ്സ്. സോ അത് ഞങ്ങളുടെ ഡ്യൂട്ടിയാണ് UEFA ഇക്കാര്യം അറിയിക്കുക എന്നുള്ളത് എന്നുകൂടി എംബാപ്പയുടെ ലോയർ പറയുന്നു. സംഗതി ഇത് അടുത്ത ലെവലിലേക്ക് പോവുകയാണ്. എംബാപ്പയും PSG-യും തമ്മിലുള്ള ഒരു ഡയറക്റ്റ് വാറായിട്ട് ഇത് പരിണമിക്കുമോ എന്നുള്ളതാണ് ഇനി കണ്ടറിയേണ്ടത്. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.